നമസ്കാരം. ഇന്ന് ക്രിസ്തു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോസ്തലന്മാരോടൊന്നിച്ച് യേശു താബോർ മലയിൽ നിന്ന് കവർന്നഹോമിലേക്ക് തിരിച്ചു പോന്നു. പിന്നീടുള്ള ആഴ്ചകളിൽ നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സമയം വിനിയോഗിച്ചു. 12 പേരും യേശുവിനോടൊത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. അവയ്ക്കുള്ള മറുപടികളാണ് അവിടുത്തെ മരണത്തിനു ശേഷം ശിഷ്യന്മാർ ഉപമകളിൽ കൂടി ഉപദേശ രൂപേണ നമുക്ക് ഓരോരുത്തർക്കും രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും എളിമയുടെ ആവശ്യത്തെപ്പറ്റി ക്രിസ്തു ശിഷ്യന്മാരെ വ്യക്തമാക്കി. ആ എളിമ അവർ പരിശീലിക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അക്കൊല്ലം വേനൽക്കാലത്ത് പെസഹ പെരുന്നാളിന് സംബന്ധിക്കുന്നതിനായി ശിഷ്യന്മാർ യെരുശലേമിലേക്ക് പോകണമെന്ന് യേശുവിനോട് ഒപ്പം തീരുമാനിച്ചു. താൻ പോകുന്നില്ല എന്നാണ് ക്രിസ്തു ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് പെസഹ പെരുന്നാളിന് ആഘോഷങ്ങൾ പാതിയായപ്പോൾ അവിടുന്ന് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ചെന്ന ഉടനെ അവിടെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവിടുന്ന് സംസാരിക്കുന്ന അവസരത്തിൽ ഒരിക്കലും സദൂക്യരും പരീശന്മാരുമൊക്കെ ക്രിസ്തുവിൻ്റെ സ്വൈര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. എപ്പോഴും അവർ പിറുവിറുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എതിർ ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടാവും. ഒരു ദിവസം ക്രിസ്തു അപ്പോസ്തലന്മാരോടൊന്നിച്ച് ദേവാലയത്തിൻ്റെ തെക്കുവശത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ കുരുടനെ കാണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാർ ചോദിച്ചു, ഗുരു, ഇയാൾ കുരുടനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇയാളുടെ പാപമാണോ മാതാപിതാക്കന്മാരുടെ പാപമാണോ? ഉടനെ ക്രിസ്തുവിൻ്റെ മറുപടി വന്നു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ കുറ്റം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ കൂടി പ്രകടമാകുന്നതിനത്രേ. ഇതാണ് ശിഷ്യന്മാർക്ക് ക്രിസ്തു കാണിച്ചു കൊടുത്ത ഒരു മാതൃക. അങ്ങനെ അരുളിച്ചതിന് ശേഷം അവിടുന്ന് നിലത്തു തുപ്പി ആ തുപ്പലിൽ വിരൽ കൊണ്ട് അല്പം മണ്ണ് കുഴച്ച് അതെടുത്ത് ആ കുരുടൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അയാളോട് കൽപ്പിച്ചു, പോയി ശിലോഹാം കുളത്തിൽ കഴുകുക. ആ കുരുടൻ അപ്രകാരം പോയി കഴുകുകയും അയാൾക്ക് കാഴ്ച ലഭിച്ച് മടങ്ങി വരികയും ചെയ്തു. അയാളുടെ അയൽവാസികൾക്കും ആ പാപം ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത് കണ്ടിട്ടുള്ളവർക്കും അയാളെ കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. അവർ ചോദിച്ചു, ഇവൻ തന്നെയല്ലോ ഇവിടെ പതിവായി ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ? അതെ, ഇവൻ തന്നെ. ചിലർ മറുപടി പറഞ്ഞു. അല്ല എന്നായി മറ്റു ചിലർ. അവൻ്റെ ഛായയിലുള്ള വേറൊരാളാണ് എന്ന് ചിലർ. അപ്പോൾ അവൻ പറഞ്ഞു, ജന്മനാ അന്ധനായ ഒരു ഭിക്ഷക്കാരനാണ് ആ ഭിക്ഷക്കാരൻ ഞാൻ തന്നെയാണ്. പിന്നെ എൻ്റെ കണ്ണ് തെളിഞ്ഞതെങ്ങനെയെന്ന് അവർ ചോദിച്ചു. നിൻ്റെ കണ്ണ് തെളിഞ്ഞതെങ്ങനെയെന്ന് അവർ ചോദിച്ചു. അവന് പറയുവാൻ യാതൊരു ഭയവുമുണ്ടായില്ല. യേശു മണ്ണ് കുഴച്ച് എൻ്റെ കണ്ണിൽ പുരട്ടിയ ശേഷം എന്നോട് ശീലോഹാംകുളത്തിൽ പോയി കഴുകുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ഞാൻ പോയി എൻ്റെ കണ്ണ് കഴുകി, എനിക്ക് കാഴ്ച പ്രാപിച്ചു. അങ്ങനെ ഞാൻ കണ്ണു കാണുന്നവനായി മാറി. അസാധാരണമായൊരു സംഭവമല്ല ഇത്. ഈ അസാധാരണമായ സംഭവം ഇതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ അവനെ പിടിച്ച് ഫെലീസ്യരുടെ അടുക്കൽ, പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർ അവനോട് ചോദിച്ചു. അവൻ തെളിച്ചു പറഞ്ഞു, യേശു എൻ്റെ കണ്ണിൽ ചെളി പുരട്ടി, ഞാനത് കഴുകി, എനിക്കിപ്പോൾ കാഴ്ച ലഭിച്ചിരിക്കുന്നു. ആ ദിവസം ഒരു ശാബത്ത് ദിവസമായിരുന്നു. ആ സംഭവം നടന്നത് ശാബത്തിലായത് ക്രിസ്തുവിനെതിരെ ഒരു കുറ്റം ആരോപിക്കുവാൻ അവർക്കൊരവസരമായി. ശാബത്ത് പാലിക്കാത്ത ഇയാൾ ദൈവത്തിൽ നിന്ന് വരുന്നവനായിരിക്കാൻ ഇടയില്ല. പക്ഷേ അക്കൂട്ടത്തിൽ അത്രയ്ക്ക് എതിർപ്പ് തോന്നാത്ത വേറെ ചിലരുണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, ഒരു പാപിക്ക് ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുമോ? അവർ തമ്മിലങ്ങനെ അഭിപ്രായ ഭിന്നതയുണ്ടായി. എതിർപ്പുള്ള ഫരീസിയർ സുഖം പ്രാപിച്ച മനുഷ്യൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞ് വീണ്ടും ചോദിച്ചു, നിൻ്റെ കണ്ണ് തെളിച്ചു തന്ന ആളിനെപ്പറ്റി നീ എന്തു പറയുന്നു? സംശയമന്യേ ആ ആൾ ഒരു പ്രവാചകനാണെന്ന് ആ കുരുടൻ, കാഴ്ച ലഭിച്ച ആ കുരുടൻ മറുപടി പറഞ്ഞു.
ഈ അത്ഭുതകൃത്യം നടന്നുവെന്നുള്ള വസ്തുത നിഷേധിക്കുവാനായിരുന്നു അവരുടെ തീരുമാനം. അവർ അവൻ്റെ മാതാപിതാക്കന്മാർക്ക് ആളയച്ചു. അവർ വന്നു. പിന്നെ അവരെ വിസ്തരിക്കുവാൻ തുടങ്ങി. ഇത് നിങ്ങളുടെ മകനാണോ? ആ മാതാപിതാക്കൾ പറഞ്ഞു, അതെ. ആ പാവപ്പെട്ടവർ പറഞ്ഞു, ഇവൻ അന്ധനായിട്ടാണോ ജനിച്ചത്? അപ്പോൾ മാതാപിതാക്കൾ വീണ്ടും പറഞ്ഞു, അതെ. എങ്കിലിവൻ എങ്ങനെ കാഴ്ച ലഭിച്ചു? ഇവൻ ഞങ്ങളുടെ മകൻ തന്നെ. കുരുടനായിട്ടാണ് ജനിച്ചത്. കാഴ്ച ലഭിച്ചത് എങ്ങനെയെന്നും അവൻ്റെ കണ്ണ് തുറപ്പിച്ചത് ആരാണെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവന് പ്രായപൂർത്തിയായിട്ടുണ്ട്. അവനോട് ചോദിക്കൂ, അക്കാര്യം അവൻ തന്നെ പറയട്ടെ എന്നവർ പറഞ്ഞു. യഹൂദ പ്രമാണികളെ ഭയന്നിട്ടാണ് അവൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞത്. എന്തെന്നാൽ യേശു മശിഹ ആണെന്ന് അംഗീകരിക്കുന്നവരെയൊക്കെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ഒരു പൊതു നിയമം, ഒരു പൊതു നിശ്ചയം, ഒരു പൊതു തീരുമാനം എടുത്തിരുന്നു. ചോദ്യകർത്താക്കൾ വീണ്ടും മകൻ്റെ നേരെ തിരിഞ്ഞു. പേടിപ്പിച്ച് അവനെക്കൊണ്ട് കള്ളം പറയിക്കുവാനായിരുന്നു അവരുടെ ഉദ്യമം. ദൈവത്തെ മഹത്വപ്പെടുത്തു, അവർ പറഞ്ഞു. അയാൾ ഒരു പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. സത്യം പറയൂ, പാപിയോ വിശുദ്ധനോ എന്നെനിക്കറിയുവാൻ പാടില്ല. ഒന്നെനിക്കറിയാം, ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു. ഇപ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച ലഭിച്ചു. എനിക്ക് കാണാൻ കഴിയും എന്നവൻ മറുപടി പറഞ്ഞു. അവൻ്റെ മറുപടി അവർക്ക് വല്ലാതെ കൊണ്ടു. അവനെ അടിച്ചിരുത്തുവാൻ ഒക്കുകയില്ലെന്നവർക്ക് മനസ്സിലായി. അവൻ്റെ തെളിവിൽ തെറ്റ് കണ്ടുപിടിക്കുന്നതിനായി പിന്നെ അവരുടെ പരിശ്രമം. അവർ ചോദ്യം ആവർത്തിച്ചു. അയാൾ നിന്നോട് എന്തു ചെയ്തു? നിൻ്റെ കണ്ണ് എങ്ങനെയാണ് തുറന്നത്? അവൻ്റെ കണ്ണ് കാഴ്ച ലഭിച്ച കുരുടൻ്റെ ക്ഷമയറ്റു. അത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു. നിങ്ങളത് കേട്ട് കഴിഞ്ഞു. പിന്നെ എന്തിനാ വീണ്ടും അത് കേൾക്കണം? എന്നിട്ടവൻ പുച്ഛത്തോടെ ചോദിച്ചു, എന്താ നിങ്ങൾക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം മൂത്തു. കാരണം യേശുവിനെ അവർക്കത്ര ഏറെ വെറുപ്പായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. മോശയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായെന്ന് തീർച്ചയായും ഞങ്ങൾക്കറിയാം. ഇയാളെപ്പറ്റിയാണെങ്കിലോ ഇയാളുടെ ഉത്ഭവം എവിടെയെന്ന് പോലും ഞങ്ങൾക്കറിവില്ല. ആ ചെറുപ്പക്കാരന് യാതൊരു പരിഭ്രമവുമില്ല. വെട്ടിത്തുറന്നു പറഞ്ഞു, ഓ, ഇത് അത്ഭുതം തന്നെ. അദ്ദേഹം എവിടെ നിന്ന് വരുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. എങ്കിലും അദ്ദേഹം എൻ്റെ കണ്ണിന് കാഴ്ച തന്നു. അദ്ദേഹം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് തീർച്ചയല്ലേ? ഭക്തനായി ജീവിച്ച് തിരുഹിതം നിർവഹിക്കുന്നവൻ്റെ പ്രാർത്ഥന മാത്രം സ്വീകാര്യമായിരിക്കും. ജന്മന അന്ധനായ ഒരുവൻ്റെ കണ്ണ് തുറക്കുക എന്ന സംഭവത്തെക്കുറിച്ച് ലോകാരംഭം മുതൽ ഇന്നുവരെ കേട്ടുകേൾവി പോലുമില്ല. എൻ്റെ കണ്ണ് തെളിച്ചത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആളാണ്. അല്ലാത്ത പക്ഷം ഈ ദൃശ്യമായ ശക്തി ഉണ്ടാകുന്നതല്ല. ഫരീസറാകെ കുഴങ്ങി. അവനെ നിശബ്ദനാക്കുവാൻ ഒരു മാർഗവും കണ്ടില്ല. അവൻ്റെ ധിക്കാരം. അവർ കോപാക്രാന്തരായി. നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്? ജന്മനാ പാപിയായ നീയോ ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്? അവർ അവനെ സിനഗോഗിൽ കയറിക്കൂടാന്ന് മുടക്കി. ഇവരം പുറത്തായി. യേശുവും അറിഞ്ഞു. അവിടുന്ന് അവനെ വിസ്തരിച്ചില്ല. യഹൂദന്മാർ കുരുടനെ പുറത്ത് ആട്ടിപ്പായിച്ചെന്ന് കേട്ടപ്പോൾ യേശു അവനെ തേടിപ്പിടിച്ചു. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? യേശു അവനോട് ചോദിച്ചു. ഗുരോ, അങ്ങനെ വിശ്വസിക്കുന്നതിന് അദ്ദേഹം ആരാണെന്ന് അരുളി ചെയ്താലും യേശു കൽപ്പിച്ചരുളി, നീ ആളെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്ന ആൾ തന്നെയാണത്. ഉടനെ അവൻ ആളെ മനസ്സിലായി. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഴ്ച ലഭിച്ച കുരുടൻ യേശുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ഇത് കുരുടനെ സൗഖ്യമാക്കിയ, കുരുടനെ കാഴ്ച ലഭിച്ച ക്രിസ്തുവിൻ്റെ ലോകത്തിലെ ഒരു അത്ഭുത പ്രവൃത്തി ഇതാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.